ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ സിവിൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ലാബ് റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, എന്തൊക്കെയാണ് ഈ കോഴ്സിൽ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് IT ലെവൽ എക്സാമിനേഷനാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇനി വരാനുള്ള ഏത് IT ലെവൽ പരീക്ഷയ്ക്കും സഹായകരമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം നമുക്കറിയാം ഇപ്പം PSCയുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസും നിമി ബേസ്ഡ് തന്നെ വരുന്നു. എന്നാൽ പഴയ ക്വസ്റ്റ്യൻസിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പീറ്റേഷനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് പരമാവധി പുതിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി അതിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വായനാശീലം എന്ന് പറയുന്നതും ഒരു കുറച്ചും കൂടെ ഒരു ടെക്സ്റ്റ് ബുക്സ് ഓറിയൻറ്റഡ് ആക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ പഠിക്കാം, ആ ഒരു രീതി. അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയാൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു വായനാശീലം കൂടെ നമുക്ക് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കാം. 2 സെക്ഷനായിട്ടാണുള്ളത്. ഒന്ന് റിവിഷൻ സീരീസ്, അതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡീഷണൽ വീഡിയോ ലൈബ്രറി ആയിട്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ക്ലാസ്സുകളുടെ ക്ലാസ് വീഡിയോസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ റിവിഷൻ സീരീസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ റിവിഷൻ സീരീസ് മൊഡ്യൂൾ വൈസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 3 ആണ് നമ്മൾ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോസ് നമ്മൾ മൊഡ്യൂൾ 1 എടുക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1ൻ്റെ വീഡിയോ ലൈബ്രറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3 എന്ന് പറഞ്ഞിട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റെഫറൻസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഫറൻസസും ക്വസ്റ്റ്യൻസിൻ്റെ PDF. ക്വസ്റ്റ്യൻ സെറ്റ് PDF ഞാൻ ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് 4 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോ PDF എല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനും ഉള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ? അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വിത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിമിയിലെ നമ്മളൊരു വായനാശീലം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ റെഫറൻസും കൂടെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റെഫറൻസസ്. അപ്പം നിമിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പേജ് നമ്പറും അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും എന്ത് ചെയ്യാം, എല്ലാവരുടെ കയ്യിലും നിമി ടെക്സ്റ്റ് ബുക്ക് PDFും അതുപോലെ തന്നെ ഹാർഡ് കോപ്പി ഉണ്ടാവണം. ക്ലിയർ? അപ്പോൾ കൃത്യമായിട്ട് അതായത് നമുക്ക് റെഫറൻസ് വേണം അല്ലേ. അപ്പോൾ അതായത് നമ്മളൊരു ഗൈഡ് പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഭാഗം നമ്മളിവിടെ കൃത്യമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ബ്രിക്കിനെ കുറിച്ചാണെങ്കിൽ 1 ബ്രിക്ക്, ബേൺ ബ്രിക്ക്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 1ാമത്തെ മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് 2ാമത്തെ മൊഡ്യൂൾ 3ാമത്തെ മൊഡ്യൂൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ബിൽഡിംഗ് ഡ്രോയിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ RCCയിലേക്ക് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാരലായിട്ട് നമ്മുടെ എല്ലാ മോഡ്യൂൾസും ഈ രീതിയിൽ കവർ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്ട്രാ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നോക്കുക. റെക്കോർഡ് വീഡിയോ ലൈബ്രറിയിൽ നമ്മുടെ എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സപ്പോസ് അതായത് നമ്മുടെ രാജ് സാറ്, RCC എടുത്തിരിക്കുന്ന രാജ് സാറാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ കവർ ചെയ്തിരിക്കുന്നത്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കവർ ചെയ്തിരിക്കുന്നത് റോബിൻ സാറും അതുപോലെ തന്നെ കീർത്തന മിസ്സും കൂടിയാണ്. അതുപോലെ കോൺക്രീറ്റ് ടെക്നോളജി സംഗീത മിസ്സാണ്. അപ്പോൾ ഇതുപോലൊരു എക്സ്പേർട്ട് പാനൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സസ് കാണാൻ പറ്റും. ഡീറ്റെയിൽ ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന ഡീറ്റെയിൽ ക്ലാസ്സിന് പകരമായിട്ട്
ഡീറ്റെയിൽ ക്ലാസ്സിന് പകരമായിട്ട് റിവിഷൻ സീരീസിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ അബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡെമോ സെക്ഷൻസ് വിത്തിൻ ദ ആപ്ലിക്കേഷൻസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ.